ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്ന് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു എന്താ പറയുക മസ്റ്റർഡ് യെല്ലോ കളറിലുള്ള ടോപ്പ് ദുപ്പട്ട ബോട്ടം ആണ് കാണിക്കുന്നത്. ടോപ്പ് മാത്രം വേണമെന്നുള്ളവർക്ക് ടോപ്പ് മാത്രം ചെയ്യാം. ടോപ്പ് വിത്ത് ദുപ്പട്ട ബോട്ടം എങ്ങനെ വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാം. ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇതിനൊരു സെമി പലാസോ ബോട്ടം ആണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. അത് കുറച്ച് ലെങ്ത് കുറച്ചിട്ട് ഒരു സ്റ്റൈലായിട്ട് വെയർ ചെയ്യുന്ന അങ്ങനെയാണ് പാറ്റേൺ ചെയ്തേക്കുന്നത്. ഇത് ജോർജറ്റിലാണ് ഈ ടോപ്പ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് നെക്കിൽ വന്നേക്കുന്ന പ്യുവർ ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്കിൽ പ്യുവർ ആണ്. അതിൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തേക്കുന്നതാണ് കേട്ടോ ഈ എംബ്രോയിഡറി വന്നേക്കുന്നത്. ഓക്കെ, സ്ലീവിന്റെ എൻഡും ഇതേപോലെ ട്രാൻസ്പെറന്റ് ആയിട്ട് ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ആ ഒരു ഒത്തിരി ടൈം എടുത്ത് ചെയ്യുന്ന ഒരു വർക്ക് പോലെ കണ്ടോ. ഇതിന് ചെയ്തേക്കുന്ന വർക്ക് നല്ല നല്ല ഭംഗിയാണ്. അത് ഓർഗൻസയിലായതുകൊണ്ട് തന്നെ ട്രാൻസ്പെറന്റ് ആയിട്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ യോക്ക് ഇതേപോലെ ഒരു ഹാഫ് കോളർ വന്നിട്ട് ഇതുപോലെ ഒരു ഇതാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ വർക്ക് വരുന്നത്. ശരിക്കും നമ്മളൊരു ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന പോലെ തന്നെ നേരെ കാണുമ്പോൾ അതുപോലെ തന്നെ ഉണ്ട് കണ്ടോ. ഇതേ ഇതിലാണ് ആ ഫാബ്രിക് കൊടുത്തേക്കുന്നത്. സ്ലീവിൻ്റെ എൻഡ് ഇതേപോലെ തന്നെ. പിന്നെ ഞാൻ ഇതിനകത്ത് ചെയ്തേക്കുന്ന ബോട്ടം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഫ്ലോറൽ ആയിട്ടുള്ള ഒരു ബോട്ടമാണ് കൊടുത്തേക്കുന്നത്. ഇതുപോലെ ഒരു സ്റ്റിച്ച് വരുന്നത് കാന്ത സ്റ്റിച്ച് പോലെ വരുന്ന ആ ഒരു ഇതിൽ കോട്ടൺ ഫാബ്രിക്കിൽ ഈ ഫ്ലോറൽ പ്രിന്റ് വന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തതാണ്. ഇപ്പം നമ്മൾ പ്ലെയിൻ ബോട്ടം അല്ലേ വേറെ ചെയ്യുന്നത് ജോർജറ്റിന് ടോൺ ടു ടോൺ ആയിട്ട്. അപ്പം പിന്നെ ദുപ്പട്ട വന്നിട്ട് സെയിം ടോൺ തന്നെയുള്ള ദുപ്പട്ട ജോർജറ്റ് ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ ലെങ്ത് 47 വരുന്നുണ്ട്. ബുക്ക് ചെയ്തിട്ട് ഒരു 7 to 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വേറൊരു പാറ്റേണും കൂടെ കാണിക്കുന്നുണ്ട്, ഒരു വേറെ പാർട്ടായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ.